നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ എല്ലാവരെയും ഒറ്റ കെട്ടാ. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്തു വന്നതല്ലേ? സാറേ, എന്നെ ഇതിനകത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വിധത്തിലാ ഞാൻ പുറത്തു കടന്നത്. ദേ ഇവനാള്. പെണ്ണുങ്ങളെ കയറി പിടിക്കുമല്ലോ സാറേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇവിടെ വരുമ്പോഴെല്ലാം ഇതുപോലെ ആരെങ്കിലും കാണും. എല്ലാരും സഹകരിക്കുന്നവരാ. അത് ഓർത്തിട്ടാ ഞാൻ. ദിവസം പറയുന്നോ? നീ എപ്പോഴും ഇതിനു മുൻപ് വന്നിട്ടുള്ളത്, എന്നിട്ട് ഇല്ലാത്ത കാര്യം പറയുന്നോ? മതി മതി, ബാക്കിയെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ പറയാം സാർ. ആരാണ് ഇവരെല്ലാം? ആരാന്ന്? സാറേ, ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ശിവദാസൻ സാറിനെ കണക്ട് ചെയ്യാൻ കൊണ്ടുവന്നതാ. അപ്പോഴാ ആ പെൺകുട്ടി കയറി വന്നത്. അതും ഇവരുടെ ആളാണെന്ന് കരുതി. അങ്ങനെ പറ്റിപ്പോയതാണ് സാറേ. ഇത് മാത്രമായിരുന്നോ? വേറെന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഉള്ളതുപോലെ പറയണം. നടക്കണം അങ്ങോട്ട്. ഇതെന്താന്ന് തെളിച്ചു പറയടാ. ഈ സാധനം വാങ്ങിക്കാൻ വന്നതാണ് ഞാൻ. ഇത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാ. എന്താടാ ഇത്? ഇവര് തരാറുള്ളതാ. എന്താ ഇത്? എനിക്കറിയില്ല, ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്താടാ ഇത്? നിനക്കറിയാം, വ്യക്തമായിട്ട് പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറയടോ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഇത് ഡ്രഗ്സ് ആണ്. വീര്യം കൂടിയ മയക്കുമരുന്ന്. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കാശും കൊടുത്തിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? ഡ്രഗ്സോ? ഇവിടുന്ന് വാങ്ങിക്കാറുണ്ടെന്നോ? സാറേ, ഇത് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി പറയുന്ന. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങള് ഇയാളെന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ കാശാണ്, അല്ലാതെ വേറൊന്നിന്റെ അല്ല. ഒരു 6000 രൂപ. അത് പിന്നെ തന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇയാൾ നിർബന്ധിച്ച് തന്നതാ. എന്നിട്ടാ ക്യാഷ് ഇവിടെ? ഇവിടെയുണ്ട് സർ, ഞാൻ എടുത്തു തരാം. വേണ്ട നിർമ്മല, ആ ക്യാഷ് എടുക്ക്. സതീശ, എത്രയുടെ നോട്ടാ നീ കൊടുത്തത്? 500 നോട്ടുകളാ. ഉണ്ടോ നോക്കി? ഉണ്ട് സർ. ശരി, അതും എടുത്തോ. സർ, അത് മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ കാശാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരെ നിർബന്ധിച്ച് തന്നതാ. നിർബന്ധിച്ചു തന്നതോ? അത് കൊള്ളാലോ. നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്താല് ക്യാഷ് നിങ്ങൾക്ക് നിർബന്ധിച്ചു തരണോ? ഇങ്ങനൊരു കച്ചവടം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിർമ്മല, ആ ക്യാഷ്, ആ പാക്കറ്റ്, പിന്നെ ആ മെറ്റീരിയൽസ് എല്ലാം തൊണ്ടുമലായിട്ട് എടുത്തോ. ബാക്കിയുള്ളതെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അവിടെ ചെന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. സർ, കഷ്ടമാണിത്. സർ, ഞങ്ങളെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാ. സർ, ഞങ്ങളിത് വിശ്വസിക്കുക സർ. ഇത് ട്രാപ്പൊന്നും അല്ല സർ. ഈ ശിവദാസൻ സാറ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. എല്ലാവരും പുറത്തേക്ക്. ഇറങ്ങണോട്ട്. ഇവൻ ഇവിടെ സ്ഥിരം വരാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്തരത്തിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല.
ഇവരെ പിടിച്ച് കയറ്റി. സാർ വാടോ. ഏയ് ഞങ്ങളെ പിടിക്കണ്ട, ഞങ്ങൾ വന്നോളാം. എന്തിനാ സാർ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? എന്തിനാണെന്നൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. നിങ്ങളും കയറിക്കോ. എന്തിന്? വന്നിട്ട് പരാതി എഴുതി തരണം. വരാം, ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം. വരണം. വന്ന് കയറടാ. സാറേ ഈ ഇടപാടൊന്നും വിളിയൊന്നും വേണ്ട, അത് ഈ ക്രിമിനൽസിന്റെ അടുത്ത് മതി. ഓ, അപ്പൊ നിന്റെ സാറേന്ന് വിളിക്കണം. കയ്യിലിരിപ്പ് മുഴുവൻ ഫ്രോഡ് പരിപാടിയാ. എന്നിട്ട് സാറേന്ന് വിളിക്കണം പോലും. സാറേ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം. എന്റെ പേരിലുള്ള കുറ്റമൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. ഞാനേ ഒരു ഇന്ത്യൻ പൗരനാ. ഒരു പൗരന് നിയമം അനുശാസിക്കുന്ന എല്ലാ ആനുകൂല്യവും എനിക്കുണ്ട്. കുറ്റം തെളിയാതെ ഒരാളെയും കുറ്റവാളിയെന്ന് വിളിക്കാൻ പാടില്ല സാറേ. നീ കൂടുതൽ നിയമമൊന്നും പറയണ്ട. പിന്നെ നീ ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, കുറ്റവാളി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സംശയത്തിന്റെ ആനുകൂല്യത്തിലാ നിന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത്. കുറ്റം തെളിയിക്കലെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. ഇപ്പൊ വണ്ടി കയറ്. ഷട്ടറിട്ട് പൂട്ടിക്കോ. തൽക്കാലം ഇത് സീൽ ചെയ്തിരിക്കുന്നു. സീൽ ചെയ്തിട്ട് വന്നാൽ മതി. നടക്കണോ? നടക്കും ഇങ്ങോട്ട്. വാ. ഇറങ്ങോട്ട്. എന്തായി പ്രിൻസേ കാര്യങ്ങൾ? ഇതുവരെ നമ്മുടെ പ്ലാനിങ് എല്ലാം കൃത്യം. ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാൻ ചാണിച്ച. തുടങ്ങി കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് പടക്കം പൊട്ടിക്കലായിരിക്കും. ഞാൻ ഇതൊന്നും അറിയാത്ത രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യും. ചാണ്ടിച്ചനൊന്ന് നിന്ന് തന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പ്രിൻസേ. നീ ഉണ്ടല്ലോ അവിടെ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചാ മതി, അത് എന്ത് കാര്യത്തിനായാലും. ഞാനൊരു പാവപ്പെട്ടവനാണ്. ഒരു പാവപ്പെട്ടവന്റെ രീതിയിലേ നന്ദിതയെ സഹായിക്കാൻ ഞാൻ ചെല്ലും. അത്രയ്ക്ക് പാവപ്പെട്ടവൻ. ചെല്ല് ചെല്ല്, ഇറങ്ങട്ടെ. നിങ്ങളൊരു ഡിസൈനറാണോ? ഓർഡർ വരുന്നതനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര കാലമായി ഈ ഗാർമെന്റ്സ് തുടങ്ങിയിട്ട്? അതിപ്പോ ആദ്യം ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിരുന്നു, പിന്നെ കഷ്ടപ്പെട്ട ഓർഡറൊക്കെ പിടിച്ച ഇവിടം വരെ എത്തിച്ചത്. ഇവിടം വരെ എന്ന് വെച്ചാൽ ഈ അവസ്ഥയിൽ എത്തിച്ചതോ, അതോ വരുമാന മാർഗം ഒരുപാട് ഉണ്ടാക്കിയതോ? അപ്പൊ അതിനർത്ഥം ഇത് മാത്രമല്ല വരുമാന മാർഗം എന്നല്ലേ? ഇത് മാത്രമല്ല സർ, സമയം കിട്ടുമ്പോഴൊക്കെ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഏജന്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? ബന്ധമെന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. സാർ ഒന്നും മനസ്സിലാക്കാനില്ല. നന്ദിത ഞാൻ ആദ്യം കണ്ടത് എൻ്റെ മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതും ഈ അടുത്ത കാലത്താണ്. സാറ് എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം മോള് കരയുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. നന്ദിത കണ്ടപ്പോൾ സ്വന്തം അമ്മയുടെ ഒരു ഫീൽ അവൾക്കുണ്ടായി. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഗാർമെന്റ്സിൽ ചിലരുണ്ടായിരുന്നു. നന്ദിത വീട്ടിലും വരാറുണ്ടല്ലേ? അത് മതി ഒരു ബന്ധം തുടങ്ങാൻ. സർ,